ക്രിസ്തുവിൽ സ്നേഹിതരെ, ഭൂമിയിൽ ജന്മമെടുത്ത നാം ഈ ഭൂമിയിലെ തീർത്ഥാടകരാണ്. തീർത്ഥാടക സഭയിലെ അംഗങ്ങളാണ്. ഈ വിശുദ്ധ തീർത്ഥാടനത്തിൻ്റെ ലക്ഷ്യം സ്വർഗം തന്നെയാണ്. സ്വർഗം സ്വന്തമാക്കുകയാണ് തീർത്ഥാടകരായ നമ്മുടെ ഓരോരുത്തരുടെയും സ്വപ്നവും വാഞ്ചയും. ഇന്ന് സുവിശേഷ ധ്യാനത്തിനായി തിരുസഭ നൽകിയിരിക്കുന്ന വചനഭാഗം മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 7-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ ക്രിസ്തുനാഥൻ സ്വർഗം സ്വന്തമാക്കാനുള്ള ഏക വഴി ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ്. സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗത്ത് 21 മുതൽ 23 വരെയുള്ള വചനങ്ങളിൽ ഇത് വ്യക്തമാണ്. കർത്താവേ, കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. നമ്മെ ഈ ഭൂമിയിൽ തീർത്ഥാടകരായി അയച്ചിരിക്കുന്നത് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനാണ്, അങ്ങനെ സ്വർഗം സ്വന്തമാക്കാനാണ്. ഈ വചനഭാഗത്ത് നിന്റെ നാമത്തിൽ എന്ന പ്രയോഗം 3 പ്രാവശ്യം കാണുകയാണ്. ഇത് ആരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റുന്നു. നിന്റെ നാമത്തിൽ പ്രവചിച്ചു, നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ഇവിടെ യേശുവിൻ്റെ നാമത്തിൽ സ്വഹിതം നിറവേറ്റുന്നവരെ കുറിച്ചാണ് പറയുക. അവർ എത്ര അത്ഭുതങ്ങൾ പ്രവർത്തിച്ചാലും, രോഗസൗഖ്യങ്ങൾ നൽകിയാലും, പിശാചുക്കളെ പുറത്താക്കിയാലും സ്വർഗം ലഭിക്കില്ല. കാരണം ക്രിസ്തുനാമത്തിൽ സ്വന്തം ഇഷ്ടവും ആനന്ദവും സുഖവും അന്വേഷിക്കുന്നവരാണ് ഇക്കൂട്ടർ. ഇവർ ദൈവഹിതം നിറവേറ്റുന്നവരല്ല, സ്വഹിതം നിറവേറ്റുന്നവരാണ്. യേശു ക്രിസ്തു പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയ പിതാവിൻ്റെ പുത്രനാണ്. ക്രിസ്തുവിൻ്റെ സഭയിൽ ജ്ഞാനസ്നാനത്തിലൂടെ അംഗങ്ങളായ നാം ക്രിസ്തുവിനെ പോലെ ആയിത്തീരാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. മറ്റൊരു ക്രിസ്തുവായി തീരാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ നാം അവൻ്റെ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യണം. അവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, എന്നിട്ടും അത് വീണില്ല. എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. തുടർന്ന് വചനത്തിൽ നാം വായിക്കുന്നത്, വചനം ശ്രവിച്ചിട്ടും അതനുസരിക്കാത്തവൻ മണൽപ്പുറത്ത് ഭവനം പണിത ഭോഷന് തുല്യനായിരിക്കും എന്നതാണ്. പ്രതിസന്ധികളിൽ ആ ഭവനത്തിൻ്റെ വീഴ്ച വലുതായിരിക്കും. ഭോഷന്മാരാകാതെ വിവേകമതിയായ മനുഷ്യരായി തീരുവാൻ ക്ഷണിക്കുകയാണ്. വിവേകമതിയായ മനുഷ്യൻ ശരിയായ ജ്ഞാനത്താൽ യേശുവിൻ്റെ പഠനങ്ങളെ ജീവിതത്തിൽ പകർത്തി ഭാവി സുരക്ഷിതമാക്കുന്നവൻ. ചുരുക്കത്തിൽ ക്രിസ്തുവിനാൽ ദൈവഹിതം നിറവേറ്റുന്നവൻ. സ്നേഹിതരെ, ക്രൈസ്തവരായ നാം ക്രിസ്തുവിനെ പോലെ ദൈവഹിതം നിറവേറ്റി സ്വർഗം സ്വന്തമാക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിനെ പോലെ ജീവിക്കുക, അങ്ങനെ മറ്റൊരു ക്രിസ്തുവായി മാറുക. ക്രിസ്തുവിലേക്ക് മിഴികൾ ഉറപ്പിച്ച് അവൻ്റെ വചനങ്ങൾ ഹൃദയത്തിൽ പേറി ദൈവഹിതം നിറവേറ്റുന്നവനാവുക. ദൈവഹിതം നിറവേറ്റുക എന്നാൽ നന്മ ചെയ്യുക എന്നതാണ്. ക്രിസ്തുവിൻ്റെ നന്മ പ്രവർത്തികൾ എന്നും സ്നേഹത്താൽ ചാലിക്കപ്പെട്ടതാണ്. സ്നേഹത്താൽ ചാലിക്കപ്പെട്ടതാകട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ. ക്രിസ്തു സ്നേഹത്തിൽ ചാലിക്കപ്പെട്ട നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ കയ്യൊപ്പുണ്ടാകും. അങ്ങനെ നിന്റെ നന്മ പ്രവർത്തികളിലൂടെ രോഗികൾക്കും വേദനിക്കുന്നവർക്കും കഷ്ടപ്പെടുന്നവർക്കും മുറിവേറ്റവർക്കും ഭാരം വഹിക്കുന്നവർക്കും ദരിദ്രർക്കും കണ്ണുനീരൊഴുക്കുന്നവർക്കും മാനസിക ശാരീരിക പീഡകൾ അനുഭവിക്കുന്നവർക്കും ക്രിസ്തു അത്താണിയായി മാറും. ദൈവഹിതം നിറവേറ്റുന്ന യഥാർത്ഥ ക്രിസ്തു ശിഷ്യരായി സ്വർഗം സ്വന്തമാക്കാൻ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഒരുക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.